श्रीराम राम राम श्रीरामचन्द्र जय। श्रीराम राम राम श्रीरामभद्र जय। श्रीराम राम सीताभिराम राम। श्रीराम राम राम ലോകാഭിരാമ ജയ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ എപ്പിസോഡോടുകൂടി ഒരു മാസത്തെ ന്യൂസ് ഇൻഡിപെൻഡൻസ് ഒരുക്കിയ സാകേതം എന്ന മഹത്തായ ഒരു രാമായണ പ്രഭാഷണ പരമ്പര അവസാനിക്കുകയാണ്. കർക്കിടക മാസത്തെ അല്ലെങ്കിൽ കർക്കിടക മാസം എന്ന പഞ്ഞമാസത്തെ പുണ്യമാസമാക്കിയ രാമായണം, ജനതതിയെ ഉണർത്തിയ ശാരിക പൈതൽ പാടി തുഞ്ചൻ്റെ കിളിപാടി ശ്രീപരമേശ്വരൻ പാർവതീദേവിക്ക് പറഞ്ഞുകൊടുത്ത അധ്യാത്മരാമായണം, സകല ശാസ്ത്രവും വേദവും വേദാന്തവും കഥകളിലൂടെ നമുക്ക് പകർന്ന രാമായണം. രാമൻ മഹാപ്രസ്ഥാനത്തിന് പോവുകയാണ്. രണ്ട് മഹാപ്രസ്ഥാനങ്ങളുണ്ട് രണ്ട് ഇതിഹാസത്തിലും. മഹാപ്രസ്ഥാനം എന്ന് പറയുന്നത് ഒടുവിലത്തെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടുള്ള യാത്ര. അത് മഹാഭാരതത്തിൽ 5 പേരാണുണ്ടായത്: യുധിഷ്ഠിരൻ, ഭീമസേനൻ, അർജുനൻ, നകുലൻ, സഹദേവൻ. 6ാമത് അവരുടെ ധർമ്മപത്നി ദ്രൗപദി. എല്ലാം ഛത്രചാമരങ്ങളും കമനീയമായ ആഡംബരങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് വനവാസികളെപ്പോലെ വാനപ്രസ്ഥയായ സന്യാസത്തിലേക്ക് പോകുന്ന വസ്ത്രം ധരിച്ച് ഏട്ടൻ എല്ലാവരോടും പറഞ്ഞു, ഇനി തിരിഞ്ഞു നോക്കരുത്. അങ്ങനെ 5 പേർ മാത്രം യാത്രയായി. പക്ഷേ രാമൻ്റെ മഹാപ്രസ്ഥാന യാത്ര അങ്ങനെയല്ല. കൗതുകമുള്ളൊരു കാര്യം, അല്ലെങ്കിൽ അത്ഭുതകരമായൊരു കാര്യം, അല്ലെങ്കിൽ ആദരവുണ്ടാവുന്നൊരു കാര്യം, അല്ലെങ്കിൽ ആധ്യാത്മികത ഉണർത്തുന്ന ഒരു കാര്യം ഈ യാത്രയിൽ സീതാദേവിയും ലക്ഷ്മണനും ഉണ്ടായില്ല. എപ്പോഴും ലക്ഷ്മണനില്ലാത്ത രാമനില്ല. പക്ഷെ മഹാപ്രസ്ഥാനത്തിൽ കൂടി ഉണ്ടായില്ല. അതിനു മുമ്പേ യമധർമ്മൻ, ദുർവാസാവ് തുടങ്ങിയവരുടെ ഈശ്വരീയ നിശ്ചയപ്രകാരമുള്ള പ്രവൃത്തി കൊണ്ട് ലക്ഷ്മണനെ രാമൻ ഉപേക്ഷിച്ചു. അതിനു മുമ്പേ സീതയെയും ഉപേക്ഷിച്ചു. എല്ലാവരും മഹാപ്രസ്ഥാനത്തിന് തയ്യാറായി. ലക്ഷ്മണ പരിത്യാഗത്തോടുകൂടി രാമൻ ഏതാണ്ട് സർവാംഗ പരിത്യാഗിയായി എന്ന് പറയാം. സഹോദരപുത്രന്മാർക്കെല്ലാം രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ ഇവരിലുണ്ടായ 8 മക്കൾക്കും തൻ്റെ അച്ഛൻ ദശരഥൻ ഒരു മകന് രാജ്യം കൊടുക്കാൻ തീരുമാനിച്ച ഭൂകമ്പങ്ങളൊക്കെയാണല്ലോ രാമായണത്തിൻ്റെ ഇതിവൃത്തം. അത് ആവർത്തിക്കരുതെന്ന് കരുതി രാമൻ എല്ലാ സഹോദര മക്കൾക്കും രാജ്യം തുല്യമായി വിഭജിച്ച് അവരെ രാജ്യഭാരമേൽപ്പിച്ചു. അതായത് ഈ ഭൂമിയിൽ ജനിച്ച നമ്മളെല്ലാം ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അവകാശപ്പെട്ടതും അർഹതപ്പെട്ടതും ഒക്കെ വേണ്ടപ്പെട്ടവർക്ക് കൊടുത്തിട്ട് വേണം പോകാൻ. പുണ്യം വരെ കൊടുത്തിട്ട് വേണം പോകാൻ എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അംഗദര് വന്നു. സുഗ്രീവൻ അംഗദനെ രാജാവാക്കി. സുഗ്രീവൻ വന്നു. രാക്ഷസന്മാർ വരെ വന്നു. വിഭീഷണനും മഹാപ്രസ്ഥാനത്തിന് വന്നപ്പോൾ രാമൻ മടക്കി അയച്ചു. വിഭീഷണനെയും ജാംബവാനെയും മൈന്ദൻ, ദ്വിവിജൻ, ഹനുമാൻ ഇവരെ മടക്കി അയച്ചു. ഇവരെ കൂട്ടിയില്ല. കലിയുഗം വരെ ഉണ്ടാവണമെന്ന് പറഞ്ഞു അവരോട്. ഹനുമാനെ ചിരഞ്ജീവിയാക്കി. രാമൻ കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങി. ആഭരണങ്ങളെല്ലാം അഴിച്ച് തനി സമ്പൂർണ്ണ പരിത്യാഗിയുടെ വേഷത്തിൽ 2 കൈയിലും ദർഭപ്പുല്ല് പിടിച്ച് രാമൻ പിന്നീട് ആരോടും സംസാരിച്ചില്ല. ഓം ഓം ഓംകാരം മാത്രം. ആ യാത്ര പുറപ്പെട്ട സമയത്ത് രാമൻ്റെ ഇടതുഭാഗത്ത് ലക്ഷ്മി ദേവി വന്നു നിന്നു. രാമൻ്റെ വലതുഭാഗത്ത് രാമൻ കൊണ്ടു നടന്ന ആയുധങ്ങൾ മനുഷ്യരൂപത്തിൽ വന്നു. രാമൻ ഉപയോഗിച്ച സർവ്വ ആയുധങ്ങളും മനുഷ്യാകാരം പൂണ്ട് കൂടെ പുറപ്പെട്ടു. വേദങ്ങളും ഗായത്രിയും ഓങ്കാരവും പ്രണവവും മനുഷ്യരൂപത്തിൽ രാമൻ്റെ കൂടെ സഞ്ചരിച്ചു. ഋഷികൾ, ഭരതൻ, ശത്രുഘ്നൻ, കൊട്ടാരത്തിലെ അന്തഃപുര നാരികൾ, പത്നിമാർ, സഹോദരപത്നിമാർ, മന്ത്രിമാർ, അവർ അങ്ങനെ 1.5 യോജന നടന്നു. ഓംകാരധ്വനി മാത്രമേ അന്തരീക്ഷത്തിൽ എവിടെയുമുള്ളൂ.
സരയൂ നദിയുടെ തീരത്ത് ഗോവ്രതാ തീരം, അവിടെ പ്രസിദ്ധമാണ്. നമ്മൾ ഉത്തർപ്രദേശിൽ പോയാൽ അത് കാണാം. ഗോവ്രത എന്ന വളരെ പ്രധാനപ്പെട്ട രാമൻ ജീവത്യാഗം ചെയ്ത സരയുവിൻ്റെ തീരത്തെത്തി. എല്ലാവരും ഓംകാരമുറക്കെ മുഴക്കി സരയുവിലേക്കിറങ്ങി ജീവത്യാഗം, അതിനെ ബ്രഹ്മസമാധി എന്ന് പറയാം. ഈ സമയത്ത് ആകാശത്ത് ബ്രഹ്മാദി ദേവതകൾ, യക്ഷ കിന്നര ഗന്ധർവാദികൾ എല്ലാവരും അണിനിരന്നു. ഓങ്കാരനാദവും പ്രണവധ്വനികളും ഭേരികളും ഒക്കെ മുഴങ്ങി. ഈ വാനരന്മാരും മനുഷ്യന്മാരും, അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം ലക്ഷ്മണൻ നേരത്തെ അനന്തൻ്റെ അവതാരമാണ്, ആദിശേഷനായിട്ട് മറഞ്ഞു. ഭരതൻ ശംഖിൻ്റെ അവതാരമാണ്, ഭരതൻ ശംഖകലയായിട്ട് വിഷ്ണുവിൽ ലയിച്ചു. ശത്രുഘ്നൻ ശ്രീചക്രമാണ്, ചക്രത്തിലേക്ക് ലയിച്ചു. ഓരോ ദേവതകളും ഓരോ രൂപത്തിൽ അവതരിച്ചതാണ്. അവരൊക്കെ അതാത് കലകളിൽ ലയിച്ചു ചേർന്നു. ആ സമാധി, ജലസമാധി അല്ലെങ്കിൽ ബ്രഹ്മസമാധി ഒരു ആധ്യാത്മികമായ ഒരു പ്രത്യേക തലത്തിലുണ്ടായിരുന്നു. ധർമ്മവിഗ്രഹകനാകാൻ ഒരു മനുഷ്യൻ എങ്ങനെ ത്യാഗസുരഭിലമായ ധന്യജീവിതം നയിക്കാമോ, അത് രാമനിലൂടെ, അത് പഠിക്കേണ്ടത് രാമനിലൂടെയാണെന്ന് നമ്മുടെ ഭാരത ചരിത്രം പറയുകയാണ്. ത്യാഗസുരഭിലമായ ധന്യജീവിതം ഒരാൾക്ക് എത്രയും മഹനീയമാക്കാമോ, അതിൻ്റെ ചരിത്രമാണ് രാമായണം. ആ രാമായണത്തിൻ്റെ നായകനാണ്, ലോകത്തിൻ്റെ തന്നെ നായകനാണ് ശ്രീരാമചന്ദ്രൻ. രാമൻ്റെ ഏറെ ദുഃഖങ്ങളുണ്ടായിരുന്നു. ഒരു മനുഷ്യാകാരം പൂണ്ടാൽ കർമ്മബന്ധങ്ങൾ അനുഭവിക്കണം. സീതയെ ഉപേക്ഷിച്ചപ്പോൾ രാമൻ കരഞ്ഞു. സീതയെ കാട്ടിൽ സംരക്ഷിക്കാൻ കഴിയാത്തവൻ എന്ന് പറഞ്ഞ് രാമൻ വിലപിച്ചു. എങ്കിലും രാമൻ ആ കർമ്മ വിപാകങ്ങൾ അനുഭവിക്കണം എന്ന് കരുതിയിട്ട് ഒരു മനുഷ്യജന്മത്തിൻ്റെ സകലതു അനുഭവിച്ച് മനുഷ്യകുലത്തെ ഉദ്ധരിക്കാൻ വസുന്ധര വൈകുണ്ഠത്തിൽ ഗോവിന്ദ രൂപം പ്രാപിച്ച് ഭഗവാൻ മഹാവിഷ്ണുവിനെ ഈ ഭൂഭാരം തീർക്കാൻ, രാക്ഷസന്മാരും അധർമ്മികളും ഭൂമിയെ അധപ്പതിപ്പിക്കുന്നതില്ലാതാക്കാൻ പരാതി പറഞ്ഞപ്പോഴാണ് മഹാവിഷ്ണു രാമനായി അവതരിച്ചത്. ആ അവതാര ദൗത്യം പരിപൂർണ ശോഭയോടെ നിർവഹിച്ചു. അങ്ങനെ മത്സ്യക്കൂർമ്മ വരാഹ നരസിംഹ വാമന പരശുരാമാവതാരം കഴിഞ്ഞ് ശ്രീരാമാവതാരം പരിപൂർണമായി. അടുത്തത് കലിയുഗത്തിൽ, ത്രേതായുഗം കഴിഞ്ഞിട്ട് ദ്വാപരയുഗത്തിൽ ഇനി കൃഷ്ണാവതാരമാണ്. ഈ കർക്കടകത്തിൽ രാമായണം കഴിഞ്ഞു. ഇനി നാളെ അടുത്ത ദിവസം ചിങ്ങമാസം പിറക്കുകയാണ്. ചിങ്ങത്തിൽ കൃഷ്ണഗാഥയാണ്. കൃഷ്ണഗാഥയും ഒരു രാജാവിൻ്റെ ഉത്തരവ് പ്രകാരം വീടുകളിൽ പാരായണം ചെയ്യുന്ന മഹനീയമായ ശാസ്ത്രമാണ്. അങ്ങനെ രാജാക്കന്മാരുടെ ഉത്തരവിനാൽ രാമായണവും കൃഷ്ണഗാഥയായിട്ട്, കൃഷ്ണാവതാരത്തെക്കുറിച്ച് കൃഷ്ണഗാഥയും പിറന്ന ഈ മലയാളം നമുക്കൊക്കെ ധന്യമായ ആധ്യാത്മികമായ ജീവിതത്തിന് വഴിയൊരുക്കട്ടെ. ഇത്രയും നാൾ ഈ സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായി പ്രവർത്തിച്ച ന്യൂസ് ഇൻഡിപെൻഡൻസ് എന്ന ചാനലിൻ്റെ ക്യാമറാമാൻ, മറ്റ് അണിയറ പ്രവർത്തകർ എല്ലാവർക്കും എൻ്റെ നന്ദി പറയുന്നു. എല്ലാവരെയും ശ്രീരാമചന്ദ്ര ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരി ഓം സത്സത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ.